എടാ മോനെ പൊന്നാനിയ, ഇതാടാ തറവാട്. നിന്റെ ഏട്ടൻ പിച്ചു വെച്ച് നടന്ന നമ്മുടെ തറവാട്. മാസത്തിലൊരിക്കലെങ്കിലും 2 എണ്ണം അടിച്ചു വന്നിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി ആ പരനാറിയെ 4 തെറി വിളിച്ചില്ലെങ്കിൽ ഈ ഏട്ടന് ഉറക്കം വരില്ലടാ മോനെ. ആരാണ് ആ പരമനാറിയെന്ന് അറിയോ നിനക്ക്? അതിന് നിനക്കതൊക്കെ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാൻ? എന്നാലും വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ചേട്ടനത് പറയണം. നമ്മുടെ അച്ഛന്റെ ശിങ്കിടിയായിരുന്നു ആ നാറി. അവനാണ് അച്ഛനെ കള്ളൂടി പഠിപ്പിച്ചത്. അച്ഛൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ തങ്കക്കുടം പോലുള്ള അമ്മയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ അച്ഛനെ കൊണ്ട് അമ്മയെ തല്ലോടിപ്പിച്ചതും ആ നാറിയാ. നാറി. അന്ന് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ ജർമ്മനിക്ക് പോയതുകൊണ്ട് മോൻ ജർമ്മൻകാരനായിട്ട് ജനിച്ചു. ഈ ചേട്ടൻ ഇന്ത്യയിൽ നേരത്തെ ജനിച്ചുപോയി. എന്നാലും ഒരു കാര്യത്തിൽ നീ ചേട്ടനേക്കാളും ഭയങ്കര ഭാഗ്യവാനാടാ. അമ്മ മരിക്കണവരെ നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ലടാ. എന്തെങ്കിലും മനസ്സിലാവണ്ട നിനക്ക്? മോനെ, മലയാളത്തില് യാ അല്ലാതെ 53 അക്ഷരം വേറെ ഉണ്ട്. ഇടയ്ക്ക് ഒന്ന് മാറ്റി പറയണോ? എന്തെങ്കിലും ആവട്ടെ, ചേട്ടനച്ഛന്റെ കള്ളൂടിയും കണ്ട് ഈ പരമനാറിയുടെ ആട്ടുതുപ്പ് സഹിച്ച് 14 വയസ്സ് വരെ ചേട്ടൻ ഇതിനകത്ത് ജീവിച്ചു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവനവന്റെ ഭാര്യ മക്കളുമായി വന്നിട്ട് ഈ ചേട്ടനോട് പറയാ ഇറങ്ങിക്കോളാൻ. ചോദിച്ചപ്പോ അച്ഛന്റെ കടങ്ങള് വീട്ടാൻ അവൻ കൊടുത്ത കാശിന് പകരം അച്ഛൻ അവന്റെ പേർക്ക് എഴുതി കൊടുത്തുന്ന് ഈ വീട്. നിനക്ക് മനസ്സിലാവണ്ടല്ലേ? നിന്റെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് റിവെഞ്ച് എടുക്കാൻ പറ്റിയില്ല. രജനീകാന്തിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ നേരിട്ട് എന്ന് വെടിവെച്ചു വന്നേനെ. പോലീസ് പിടിക്കില്ലല്ലോ. എന്തായാലും അണ്ണാറക്കടന് തന്നാലായത്. നമ്മളെ പെരുവഴിയിലാക്കിയിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ഇടന്നുറങ്ങണ്ട. ഇന്നൊരു ദിവസമെങ്കിലും അവന്റെ ഉറക്കം നമ്മൾ കളയും. നമുക്ക് റിവെഞ്ച് എടുത്താലോടാ. റിവെഞ്ച് കൊളാക്കോ നീ? ഓ ദൈവമേ, എന്താക്കാവോ? വാ എടോ, ഞാനിവിടെ തനിച്ചാടോ, അതാ പറഞ്ഞത്. അവള് മോളുടെ മരുമോനെ കൂടെ മരുമോനെ വീട്ടിൽ പോയിരിക്കുക. താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചോ, ഇങ്ങോട്ട് വാ. അത് റെഡിയാടോ, അല്ലെ തന്നെ ഞാൻ വിളിക്കുവോ? തകപ്പന്റെ സെറ്റപ്പില് രണ്ടട്ടേക്കോട്ട് പോത്തിട്ടുണ്ട്. താ വേഗം ഇങ്ങോട്ട് വാ. ഭഗവാനെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. ആരാണെന്നാണ് ചോദിച്ചത്. നീ ഏതാണോ ചക്ക? നീ എങ്ങനെ ഇതിനകത്ത് കയറി? മനുഷ്യനെ പഠിപ്പിക്കാൻ ഇറങ്ങി പോടാ. അയ്യോ, പോയോ? അയ്യോ, ഇതെന്താ അന്യഗ്രഹ ജീവിയോ? ചില ടി വി കാണുന്നത് പോലെ പോയോ? ഇതിനകത്തെങ്ങും ആരാണോ തല്ലിയത്? നീ തോന്നലാണോ? പക്ഷെ മുട്ടുകൈ കയറ്റിയ പോലൊരു വേദന. നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹിയ നിന്റെ പുറകിലുണ്ട്. ബി കെയർഫുൾ. എത്രയോ വർഷങ്ങളായി എന്റെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു. അയ്യോ, എന്റെ ആത്മാവിന് കയറിക്കൂടാൻ പറ്റൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. രാഘവേട്ട, ഇങ്ങനൊരു ദേഹമോ? കുട്ടിച്ചാത്തനെ പോലെ. അതേടാ,
ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും. എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുമടാ. നൂഡിൽസിൽ നിന്ന് ആത്മാവോ? ഓ കൊളാക്കി. കേശവാ സൂക്ഷിച്ച്. ഉപദ്രവിക്കരുത്, എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇവന്റെ നിഴലിനും ഈ രൂപാണോ? നിന്റെ കൊരവള്ളി അവിടെ രാഘവ. എന്തൊരു പേടിത്തിട്ട ഇയാള്. കണ്ണാടിയിൽ ഞാനാ. അയ്യോ ആരാണ്ട് പറഞ്ഞിട്ട് നിന്നാ നമ്മള് പേടിക്കുമ്പോ കാത്തിരുന്ന് ബോറടിച്ച് കാണും. അയ്യോ കേശോട്ടാ, എന്തോ ചതിച്ചതേവേ കേശോട്ടാ. ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാരമാ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു വരുത്തി കൈ തന്നത്. ഇടിക്കൊയിരോളെ നീ നോക്കി, ഞങ്ങൾ ഏട്ടനും അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിലൊരു വെലസും അല്ലേടാ മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിരോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യണം. ചെയ്യോ? ആ ഇവളുടെ അച്ഛനോടേ ഈ കൊയിരോള കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ? ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ. ആ നീ എന്തിനത്ര നാണിക്കണേ? അല്ല, ഇനി ഇതെങ്കിലും നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോന്ന് ആലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിനത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത് ആദ്യ രാത്രിയാ? ഒന്ന് പോവും. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കിൽ അപ്പ എന്തിടിയായിരിക്കും? വാവാ ആകാശവാനെ, വാവാ മോന് ചായ കുടിക്കുന്നോ? ദാമോര 3 ചായ കുടി. ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തി ആ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടിളകി ത്രാന്താശുപത്രി കൊണ്ടുപോയത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്. കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഇടിച്ച ആര്? അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത്. അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നണേ. ആരാ മോനെ അവന്മാര്? പറ. ഓഹോ, അപ്പൊ അത് തന്നെ. ഞാൻ ഇപ്പൊ വരാം. ഇത് പ്രതികാര വാരാഘോഷ, റിവെഞ്ച് വീക്ക്. ഓക്കെ? ഞാൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നിന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? കയ്യിൽ തീപ്പെട്ടി ഉണ്ടോ? എന്ത് തീപ്പെട്ടി ഉണ്ടോന്ന്? ഇല്ല. ഇല്ല, ഒന്നുമില്ലെന്നേ. തീപ്പെട്ടി ഉണ്ടാ? ഇല്ല. ഓ ഷൂ, ഇവിടെ ഇല്ല. ഇന്നാ തീപ്പെട്ടി നിന്നോടല്ല ചോദിച്ചത്. ഇവിടെ തീപ്പെട്ടി ഇല്ല.
എന്താടാ എന്താടാ നിന്നെ ഇപ്പൊ ആരങ്ങട് വിളിച്ചേ? അങ്ങട് കാറങ്ങട് ഇറക്കാ. എന്താണ് സ്കൂൾ വിട്ടോല്ലോ എന്റെ പുറകെ? ഓ ഞാൻ മാറിത്തരാം. എന്ത് കഷ്ടം. ബുദ്ധിവളർച്ചയിലത്തെ പിള്ളേരെ നീ അടിക്കണം പന്നി. മോനെ ആകാശ് മനു, നിനക്ക് മതിയായില്ലേ? കുരള നിനക്ക് മതിയായില്ലേ? ഇവിടെ ഇവിടെ ഒന്നും മതിയാവില്ല മോനെ. ചേട്ടൻ കംപ്ലീറ്റ് വില്ലമാരെ അടിച്ചോടിച്ചു. ഇനി മോനെ ആരും അടിക്കൂല കേട്ടോ. മോന് ചേട്ടനില്ലേ? ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. എക്സ്ക്യൂസ് മീ സാറേ, ഞാനിവിടെ ഉണ്ട്. ഞാൻ സാറിനെ കാണാൻ ഓഫീസിൽ വരാനിരിക്കായിരുന്നു. എന്താ കിട്ടിയ പൈസ അടിച്ചു പൊളിച്ച് തീർത്തോ? അതൊന്നുമല്ല. ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാൻ ധൃതി. ജർമ്മനിയുള്ള സാറിനാണെങ്കിൽ ഏറ്റെടുക്കാനും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് അവിടുന്ന് വിളിയോട് വിളി. 4-ാം തീയതിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് നേരത്തേക്ക്. കക്ഷിയുടെ വിസയാണെങ്കിൽ അടുത്ത ആഴ്ച എക്സ്പയർ ആവും. ഞാൻ കാരണം തനിക്കുണ്ടായ ഭാരം നാളെ തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യിക്കാം. ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്. നാളെ 3 മണിക്കാ ഫ്ലൈറ്റ്. തനിക്ക് തരാനുള്ള ബാലൻസ് എമൗണ്ട് 5 ലക്ഷത്തിന്റെ DD. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം നാളെ എയർപോർട്ടിൽ അയാളെ റിസീവ് ചെയ്യുമ്പോ തന്നാ മതി. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്തോളാൻ. എന്തോട് വാങ്ങിക്കാത്ത? അല്ല സാറേ, ആ പ്രശ്നക്കാരൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇതല്ല പ്രശ്നം. സാർ അത് തിരിച്ചുകൊണ്ടോക്കോ. എന്നിട്ട് ഞാൻ അവൻ അയക്കുന്നില്ല. അയക്കുന്നില്ലേ? താൻ എന്താ ഈ പറയണേ? സാർ, അവൻ എന്റെ കൂടെപ്പുറപ്പാ. അവനെ പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താ പെട്ടെന്നിങ്ങനെ? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കൊള്ളാം. ഇതെന്താ കുട്ടികളിയാ? അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ താൻ തന്നെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ടിപ്പോ? അല്ല സാറേ, ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകിട്ട് മിസ്റ്റർ ആകാശ് മേനെ ഇവിടുന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ എന്താ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ലോ. സംഭവം സാറ് പറഞ്ഞത് ശരി തന്നെയാ. എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എടോ, താൻ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാതെ സംസാരിക്കുന്നത്. എന്ത് ഭവിഷ്യത്താണ് സാറേ? ഈ ഒരു ഇടപാടിൽ ജർമ്മനിയിലുള്ള ഏതോ ഒരു സാറേ എനിക്ക് ഒരു 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അത് ഞാനെടുത്ത് തിരിച്ചു കൊടുത്ത പ്രശ്നം സോൾവ് ആയില്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തന്റെ അനിയനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് പരിപൂർണ്ണ സമ്മതാണെന്നും പറഞ്ഞ് താൻ എഴുതി കയ്യൊപ്പിട്ട് തന്ന കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോ തലപോണ കേസൊന്നല്ലോ. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും. എന്റെ അനിയന് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറിനോടനെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ തീരുമാനം ഇതാണ്, ഞാൻ വാങ്ങിച്ച പണം തിരിച്ചറിയാൻ തയ്യാറുമാണ്, അതിന് കുറച്ച് സാവകാശമാണെന്ന് സാറിനോട് വിളിച്ച് പറയേ. ഇനിയിപ്പോ സാറ് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം. അതിപ്പോ ഇനി ഒന്നും പറയണ്ട, സാർ ചെല്ലേ. ചെല്ല് സാറേ. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും. ഇത് പുലിവാലാവേ. എടാ, നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെയാ. ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങിപ്പോയി സ്ഥിതിക്ക്
കുഴപ്പാവുന്ന എന്റെ പേടി. അത് പേടിച്ചിട്ട് ആ പാവത്തിന് എന്നൊക്കെയായിട്ട് കയറ്റി വിടണോ? അല്ല, അതെന്തായാലും വേണ്ട. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അത്ര തന്നെ. ആ, Yeah, Mr. Subair. I've been trying your number since morning. ഞാൻ ഇന്ന് രാവിലെ എത്തി. Yeah. I want to meet him immediately. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. Where are you now? Oh, Chennai. No. I can manage. ഞാൻ തന്നെ പോയി കാണാം. Give me his address. ഉണ്ടോന്ന് നോക്ക്. I'll wait here. സർ, So, you are Mr. Anandakuttan, right? അതെ. Pleased to meet you. I am Samuel Isaac. പേരുകൊണ്ട് തന്നെ എന്നെ മനസ്സിലായി കാണും. അതല്ലെങ്കിൽ ഞാൻ വരുന്നത് ജർമ്മനിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും മിസ്റ്റർ ആനന്ദക്കുട്ടന് എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിക്കാം. അവിടെ സാമാന്യം നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്ര സഡനായി ഇവിടെ ലാൻഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ യു ഷുഡ് നോ. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകേടുണ്ട് ഈ ലോകത്ത്. വി പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് ചീറ്റിംഗ്. യു നോ ചീറ്റിംഗ്. അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ഈ ബിസിനസ്സിൽ ഇത് താങ്കളുടെ ഒരു ചീപ്പ് ബാർഗൈനിങ് തന്ത്രമാണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. പണം ഇനിയും ആവശ്യപ്പെട്ടുള്ളൂ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ബട്ട് യു മസ്റ്റ് കീപ് യുവർ വേർഡ്. സോറി സാർ. സാറിപ്പോ സംസാരിച്ച പോലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യം വെട്ടി തുറന്നങ്ങോട്ട് പറയാം. എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റില്ല. വൈ? അവൻ എന്റെ അനിയനാ, അത് തന്നെ. ഓ, സി, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അന്നും അയാൾ തന്റെ അനിയൻ തന്നെ ആണ്. അന്നത്തെ എന്റെ നിവൃത്തിയുടെ കൊണ്ട് ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ടു, പൈസ വാങ്ങി. എന്ന് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് സാറിന്റെ വരവെങ്കിൽ? ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും, നിങ്ങളുടെ ഭാഷ ഇതാണെങ്കിൽ. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് വരട്ടല്ലേ സാറേ. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് പൈസയുടെ കുറവ് മാത്രമേ ഉള്ളൂ. സൂട്ടും കോട്ടൂട്ട സിനിമയിലെ വില്ലനെ പോലെ ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങിയ പേടിക്കണ കാലൊക്കെ പോയി സാർ. മൈൻഡ് യുവർ വേർഡ്സ്. എന്തേനു? അല്ല സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബുദ്ധി വളർച്ചയില്ലാത്ത ഇങ്ങനെ ഒരാളെ തന്നെ ദത്തെടുക്കണമെന്ന് സാറിന് എത്ര വാശി? ബുദ്ധിയും ഭംഗിയൊക്കെയുള്ള കുട്ടികളെല്ലാം സാധാരണ എല്ലാവരും ദത്തെടുക്കാറ്. അപ്പൊ ഇതിലെന്തോ ദുരിതാശമുണ്ട്. പാവപ്പെട്ടവന്റെ ബുദ്ധി വളർച്ചയില്ലാത്തവരുടെ കിഡ്നിക്കും കരളിനും ഒക്കെ ഡിമാൻഡ് കുറവൊന്നും ഇല്ലല്ലോ ഫോറിനില്ല, അല്ലേ സാറേ? അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ മര്യാദക്ക് താമിന്റെ ജർമ്മനിക്ക് തിരിച്ചു പോവില്ല. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ആനന്ദക്കുട്ടൻ. യു ഡോണ്ട് നോ ഹു ഐ ആം. അല്ല, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇപ്പൊ എനിക്കില്ല. ബട്ട് വൺ തിങ്, എല്ലാ ലീഗൽ സ്റ്റാറ്റസും എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുജനെയും കൊണ്ട് ഞാൻ പോകും. നാളെ, അല്ലെങ്കിൽ വേണ്ട, 2-3 ദിവസം ആലോചിച്ചോളൂ. എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. മറുപടി യെസ് ആയാലും നോ ആയാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ആലോചിക്കുക. ഞാൻ ഈ സിറ്റി തന്നെ ഉണ്ടാവും, ബോൾഗാട്ടി റിസോർട്ടിൽ. ജീവിതം പച്ചപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിനടിയിൽ വഴിമുട്ടിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി നീ എടുത്ത് ചാടിയത് നടുക്കടലിലേക്കായിപ്പോയി. സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന എനിക്ക് അത് മനസ്സിലാക്കി തന്നവൻ അവൻ. ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും അവനെ എന്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് പോവാൻ ഏത് കോടീശ്വരിഞ്ഞ് വന്നാലും ഞാൻ സമ്മതിക്കില്ല. അയാള് തന്ന പണം കൊടുത്താ തീരും. കൊടുക്കാം, അതെങ്ങനെയെങ്കിലും കൊടുക്കാം. അത്രയും വലിയ തുക നമ്മളെ കൊണ്ട് പറ്റുമോ കുട്ടേട്ടാ? പറ്റും. അതിന് ദൈവം എന്തെങ്കിലും മാർഗമൊക്കെ ഉണ്ടാക്കും. എന്റെ ഓപ്പറേഷന് വേണ്ടി ഈ പണം ഇവിടെ തന്നേൽപ്പിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന്. ഇത്രയും കാലത്ത് ജീവിതാനുഭവം വെച്ച് അന്നേ ഞാൻ കണക്കൂട്ടിയതാ. നീ തന്നെ ആയിരിക്കും ഇതിന്റെ ആവശ്യക്കാരനെന്ന്. ഇന്നാ. അല്ല അച്ഛാ, അത് അച്ഛൻ എഴുന്നേറ്റ് നടക്കണ കാണാൻ ആഗ്രഹിച്ച് തന്നതാ നീ. പക്ഷെ ഈ അച്ഛന്റെ ആഗ്രഹം നിങ്ങളെ ഏട്ടനും അനിയനും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയണം കാണാനാ. അതുകൊണ്ട് ഇതങ്ങോട്ട് പിടിക്കേ. ചേച്ചി,
ഇത് വാങ്ങു കുട്ടേട്ടാ. എന്താ ഇത് വളയമാലയൊക്കെ? രാജയുടെയാ, അമ്മ ഉണ്ടായിരുന്നപ്പോ ഇട്ടുകൊടുത്തതാ. ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേറെന്തെങ്കിലും വഴിയുണ്ടാവും. അല്ല, അങ്ങനെ ഒരു വഴി ഉണ്ടാകുമ്പോ കുട്ടിയിട്ട് എനിക്ക് തിരിച്ചു തന്നാ മതി. അങ്ങനെ ആദ്യ റൗണ്ട് പിരിവ് സക്സസ്. നീ 5000 രൂപ വീതം വീതിച്ചു കൊടുത്ത നമ്മുടെ ടീമിന്റെ വീട് കയറി റെഡി ചെയ്തു. എല്ലാവരും സമ്പന്നരായതുകൊണ്ട് കൊടുത്തതിന്റെ ബാലൻസ് 1000-ന് മുകളിൽ ഒരു താരത്തിന്റെ കയ്യിലില്ല. എന്നാൽ ടോട്ടൽ കളക്ഷൻ 12,500 ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളതെല്ലാം പെറുക്കിക്കൂട്ടി തരുമ്പോ നമ്മുടെ ടീമിലുള്ള അംഗങ്ങൾ നിറകണ്ണോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ നീ വിട്ടുകൊടുക്കരുതെന്ന്.